പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7ൻ്റെ ചാപ്റ്റർ 3യിലെ ക്ലോസസ്റ്റ് ഡെസിമൽസ് എന്നുള്ള പോർഷനാണ്. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ആദ്യം തൊട്ടുള്ള വീഡിയോസ് കാണുക, എന്നാൽ മാത്രമേ ഞാൻ പഠിപ്പിക്കുന്ന പോർഷൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പോർഷനിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോസ് കാണാനായിട്ട് കേട്ടോ. Consider the decimal numbers 0.9, 1.1, 1.01 and 1.11. Identify the decimal number that is closest to 1. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ 1നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡെസിമൽ നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡെസിമൽ നമ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതും. അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്ന് വെച്ചാൽ എന്താ? തന്നിരിക്കുന്ന നമ്പറിനെ സ്മോളർ ടു ബിഗ്ഗറിലോട്ട് നമ്മൾ എഴുതും. അപ്പം നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ നമ്പേഴ്സിനെ വീണ്ടും ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. 0.9, 1.1, 1.01, 1.11. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം യൂണിറ്റ് പ്ലേസ് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ 0 ഉള്ള ഒരു നമ്പർ ഉണ്ടല്ലേ, അപ്പോൾ ഏറ്റവും ചെറുത് ഇതായിരിക്കും. അപ്പോൾ 0.9 ആണ് ഏറ്റവും ചെറുത്. ഇനി അടുത്തത് നമ്മൾ ടെൻസിൻ്റെ പ്ലേസ് കമ്പയർ ചെയ്യുന്നു. ടെൻസിൻ്റെ പ്ലേസ് കമ്പയർ ചെയ്യുമ്പോൾ 0 ഉള്ള ഒരു നമ്പർ ഉണ്ട്, ഇതായിരിക്കും അടുത്ത ചെറിയ നമ്പർ. ഇനി ബാക്കി 2 ഡിജിറ്റുകളും ഒരേപോലെയാണ്, അതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ ഡിജിറ്റ് ഇല്ലാത്തൊരു നമ്പറുണ്ട്, അവിടെ നമുക്ക് വേണേൽ 0 ആണ് എന്ന് പറയാം. അപ്പോൾ ഇതായിരിക്കും അടുത്ത ചെറിയ നമ്പർ 1.1. ഇനി അടുത്തത് 1.11. അപ്പോൾ ഇങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത്. നമ്മളോട് 1നോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഇതിനകത്ത് 1 എവിടെ വരും? ഏതിൻ്റെയൊക്കെ ബിറ്റ്വീനാണ് 1 വരിക? 0.9ൻ്റെയും 1.01ൻ്റെയും ഇടയ്ക്കാണ് 1 വരിക. 1 ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് വരും. അപ്പോൾ 1നോട് ഈ 2 നമ്പേഴ്സിൽ ഏത് നമ്പറാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ടെൻസിൻ്റെ പ്ലേസ് വരെ ഉള്ളൂ, പക്ഷേ ഇവിടെ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് വരെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എഴുതുമ്പോൾ ഹൺഡ്രഡ്സിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പം 0.9ഉം 1ഉമായിട്ട് 0.9ഉം 1ഉമായിട്ട് എത്രയാണ് ഡിഫറൻസ് ഉള്ളത്? 1/10ൻ്റെ ഡിഫറൻസ് ആണ് ഉള്ളത് അല്ലേ. 0.9 കഴിഞ്ഞിട്ട് അടുത്ത 1/10 ആകുമ്പോൾ 1/10 കൂടെ ആകുമ്പോഴാണ് എന്താകുന്നത്? 1 ആകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹൺഡ്രഡ്സിലാണ് വേണ്ടത്. ഇതിനെ ഹൺഡ്രഡ്സിലാക്കിയാൽ എന്ത് വരും? 10 ഹൺഡ്രഡ്സ് എന്ന് വരും. 1/10 എന്ന് പറയുന്നത് 10 ഹൺഡ്രഡ്സ് ആണ്. ഇനി ഇവിടെ 1ഉം 1.01ഉമായിട്ട് എത്രയാണ് ഡിഫറൻസ് ഉള്ളത്? 0.01ൻ്റെ ഡിഫറൻസ് ആണ്. 0.01 എന്ന് വെച്ചാൽ എന്താ? 100 ആണ് 0.01 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 0.01 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഇത് തമ്മിൽ 1നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതായിരിക്കും? 1.01 ഈസ് 100 away from 1, whereas 0.9 ഈസ് 10 away from 1. ഇതിലേതാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്നത്? 100 away ഉള്ളതാണ് ഏറ്റവും 1നോട് അടുത്ത് കിടക്കുന്നത് അല്ലേ. therefore 1.01 ഈസ് ക്ലോസസ്റ്റ് ടു 1. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 0 ഉള്ളത് ഏതാണോ അതായിരിക്കും നമ്മുടെ ഹോൾ നമ്പറിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. എത്ര 0 കൂടുതൽ വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ നമ്പറിനോട് അടുത്തായിരിക്കും വാല്യൂ വരുന്നത്, ദൂരെ അല്ല കേട്ടോ. ഇനി അടുത്തത് നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി എബവ് ഈസ് ക്ലോസസ്റ്റ് ടു 1.09. ഇനി ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 1.09നോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 1.09 എന്ന് പറയുന്നത് ഈ നമ്പേഴ്സിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. ഇവിടെ 1.01, ഇവിടെ 1.1. അപ്പോൾ 1.09 എവിടെ വരും? ഈ 2 നമ്പേഴ്സിൻ്റെ ബിറ്റ്വീൻ വരും. 1.01ൻ്റെയും 1.1ൻ്റെയും ഇടയ്ക്ക് വരും 1.09 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 നമ്പേഴ്സിൽ ഏതാണ് ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 1.01ഉം 1.09ഉം കൂടെയുള്ള ഡിഫറൻസ് എത്രയാണ്?
1.01 നിന്ന് 1.09 എത്തണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 1.02, 1.03, 1.04, 1.05, 1.06, 1.07, 1.08, 1.09. എത്രൻ്റെ ഡിഫറൻസ് വന്നു? 0.08ൻ്റെ ഡിഫറൻസ് ആണ് വന്നത്. ഓക്കെ, രണ്ടും തമ്മിൽ 0.08ൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? 800s ആണ്. അപ്പോൾ 1.01 നിന്ന് 1.09ലേക്ക് 800ൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി 1.1ലേക്കോ? 1.09 നിന്ന് 1.1ലേക്കോ? 1.09 കഴിഞ്ഞിട്ട് അടുത്ത എന്താ? 1.10 ആണ്. 1.10 എന്ന് പറയുന്നതാണ് എന്താ? 1.1. അപ്പോൾ എത്രൻ്റെ ഡിഫറൻസ് ഉണ്ട്? 0.01ൻ്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. അപ്പോൾ 0.01 എന്ന് പറയുന്നത് എന്താ? 100th ആണ്. അപ്പോൾ 1.01 അപ്പോൾ 1.01 ഈസ് 800 away from 1.09, whereas 1.1 is 100 away from 1.09. Therefore, 1.1 is closest to 1.09. ഏതാണ്? 1.1 ആണ് 1.09 ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്പറുമായിട്ട് തൊട്ടടുത്ത നമ്പേഴ്സിനുള്ള ദൂരം എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക ഏതാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ 1.01ന് 1.09 0.08ൻ്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. ഓക്കെ, അതെന്ന് പറയുന്നത് 800 ആണ്. അടുത്തത് 1.09ഉം 1.1ഉം കൂടെ 0.01ൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അതെന്ന് പറയുന്നത് 100th ആണ്. അപ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്നത് 100th ഡിസ്റ്റൻസ് ഉള്ളതാണ്, അതായത് 1.1 ആണ്. ഇനി അടുത്തത് വിച്ച് എമംഗ് ദീസ് ഈസ് ക്ലോസസ്റ്റ് ടു 4? ഇതിൽ ഏതാണ് 4നോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിനെ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. 3.56, 3.65, 3.099. അപ്പോൾ നമ്മൾ യൂണിറ്റ് പ്ലേസ് നോക്കുമ്പം ഡിജിറ്റ്സ് ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റില്ല. അടുത്ത നമ്മൾ ടെൻസിൻ്റെ പ്ലേസ് നോക്കുന്നു. ടെൻസിൻ്റെ പ്ലേസ് നോക്കുമ്പോൾ ഏറ്റവും ചെറുത് 0 ആണ്. സോ ദിസ് നമ്പർ ഈസ് സ്മോളർ. അപ്പോൾ 3.099 ഈസ് സ്മോളർ നമ്പർ. ഇനി അടുത്ത രണ്ടിലും നോക്കുമ്പോഴോ ടെൻസിൻ്റെ പ്ലേസിൽ തന്നെ നമുക്കറിയാം അടുത്ത ചെറുത് 5 ആണ്. അപ്പോൾ അടുത്തത് 3.56, അത് കഴിഞ്ഞിട്ട് 3.65. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ 4നോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഏതാണ് എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ അതാ ഇവിടെ എല്ലാം 3 പോയിൻ്റ് ആണല്ലേ. 4 എന്ന് പറയുന്നത് അപ്പോൾ എവിടെയായിരിക്കും വരുന്നത്? ഇവിടെ ആയിരിക്കും 4 വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് പറയാം? ക്ലിയർലി 3.65 ഈസ് ക്ലോസസ്റ്റ് ടു 4 among the given decimal numbers. ഏതാണ്? 3.65 ആണ്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അതേസമയം 4 ഏതിൻ്റെയും ബിറ്റ്വീൻ ആയിരുന്നെങ്കിൽ നമ്മൾ 2 നമ്പറുമായിട്ടും കമ്പയർ ചെയ്യേണ്ടി വന്നേനെ. ഇനി അടുത്തത് വിച്ച് എമംഗ് ദീസ് ഈസ് ക്ലോസസ്റ്റ് ടു 1? ഇതിലേതാണ് 1നോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറയണം. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ നമ്പേഴ്സിനെ ഇങ്ങോട്ടൊന്ന് എഴുതുന്നു. 0.8, 0.69, 1.08. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 0 ഉള്ള 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ചെറുതാണ് നമുക്ക് ആദ്യം എഴുതേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ടെൻസിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ 0 ഉള്ളത് മാത്രമാണ് ടെൻസിൽ നോക്കുന്നത് കേട്ടോ. എന്നാന്ന് വെച്ചാൽ 1 ഏറ്റവും വലിയ നമ്പറാണ്. ഇനി ഇതിൽ ചെറുത് ഏതാണെന്ന് നോക്കുക. 6 ആണ് ചെറുത്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 0.69 ആണ്. അടുത്തത് 0.8, അടുത്തത് 1.08. ഇതിലേറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് 1നോട് വരുന്നത്. അപ്പോൾ 1 ഏതിൻ്റെയൊക്കെ ബിറ്റ്വീൻ ആയിരിക്കും? 0.8ൻ്റെയും 1.08ൻ്റെയും ബിറ്റ്വീനാണ് 1 വരുന്നത്.
അപ്പോൾ 0.8 നിന്ന് 1ലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 0.9 അല്ലേ? 0.8 കഴിഞ്ഞിട്ട് 0.9 അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? 1 എന്ന് പറയുന്നത്. അപ്പോൾ 0.8 കഴിഞ്ഞിട്ട് 0.9 1, അതായത് 0.2വിൻ്റെ ഡിസ്റ്റൻസ് ആണ് 1ലേക്കുള്ളത് അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ ലൈൻ വരച്ചിട്ട് നോക്കിയേ, 0യും 1ഉം. ഈ ഓരോ ലൈനുകളും എന്താണ്? 0.1 0.2 അങ്ങനെയാണ്. ഇവിടെയാണ് 0.8 വരുന്നത്. 0.8ൽ നിന്ന് 1ലേക്ക് 2 പാർട്ടുകളാണുള്ളത്, അതായത് 0.2, അതായത് 1/10ൻ്റെ 2 പാർട്ടുകൾ, അതാണ് 0.2 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 2/10. ഓക്കെ, ഇവിടെ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് വരെ ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ എങ്ങനെയാക്കി മാറ്റണം? ഹൺഡ്രഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഹൺഡ്രഡ്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് 20/100 എന്നായിട്ട് മാറും. അപ്പോൾ 0.8ൽ നിന്ന് 1ലേക്ക് 20 ഹൺഡ്രഡ്സിൻ്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. ഇനി അടുത്തത് 1.08 എത്രൻ്റെ ഡിഫറൻസ് ആണുള്ളതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 1ൽ നിന്ന് 1.08ലേക്ക് എത്രൻ്റെ ഡിഫറൻസ് ആണ്? 0.08ൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അതെന്ന് പറയുന്നത് എന്താണ്? 8 ഹൺഡ്രഡ്സ് ആണ് അല്ലേ? അപ്പോൾ 20 ഹൺഡ്രഡ്സും 8 ഹൺഡ്രഡ്സും കിട്ടി. അപ്പോൾ 0.8 ഈസ് 20 hundredth away from 1, whereas 1.08 is 8 hundredths away from 1. Therefore, 1.08 is closest to 1. ഏതായിരിക്കും? 1.08 ആണ് 1നോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഹൺഡ്രഡ്സിൽ എഴുതുമ്പോൾ ന്യൂമറേറ്ററിൽ ചെറുത് ഏത് വരുന്നോ ആ നമ്പർ ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ടെൻസും ഹൺഡ്രഡ്സും ഒക്കെ എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളോട് തന്നിരിക്കുന്ന നമ്പറിൻ്റെ 2 സൈഡിലുമുള്ള നമ്പറുകൾ ഈ നമ്പറുമായിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് എന്ന് നിങ്ങൾ ആദ്യം നോക്കണം. അപ്പോൾ 0.8 1ഉമായിട്ട് 0.2വിൻ്റെ ഡിഫറൻസ് ആണ്. 0.2 എന്ന് വെച്ചാൽ 2/10 ആണ്. 1/10കളുടെ 2 പാർട്ടാണ്. അതിനെ ഹൺഡ്രഡ്സിലോട്ട് മാറ്റുമ്പം 20/100 എന്നായിട്ട് മാറും. ഓക്കെ, അടുത്തത് 1ഉം 1.08ഉമായിട്ട് 0.08ൻ്റെ ഡിഫറൻസ് ആണ്. അതിനെയാണ് നമ്മൾ 0.08 എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? 8/100 ആണ്. 8 ഹൺഡ്രഡ്സ് ആണ്, അല്ലെങ്കിൽ 8/100 ആണ്. ഓക്കെ, ഇനി ഇതിലേറ്റവും ചെറുത് ന്യൂമറേറ്ററിൽ 8 ആണ്. സോ ദിസ് നമ്പർ ഈസ് ക്ലോസസ്റ്റ് ടു 1. അടുത്തത്, ഇൻ ഈച്ച് കേസ് ബിലോ യൂസ് ദ ഡിജിറ്റ്സ് 4, 1, 8, 2 and 5 exactly once and try to make a decimal number as close as possible to 25. ഈ തന്നിരിക്കുന്ന ഈ ഓരോ ഇതിനകത്ത് നമ്മൾ 25നോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ നമ്മൾ ഉണ്ടാക്കി ഇതിനകത്ത് എഴുതണം. പക്ഷേ 4, 1, 8, 2, 5 ഇതിൽ ഡിജിറ്റുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഡിജിറ്റുകൾ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന ഡിജിറ്റ്സ് നമ്മൾ എഴുതണം. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, 25നോട് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്നത് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം 2ഉം 5ഉം ഉണ്ട്. 25ലുള്ളത് തന്നെ നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ 2ഉം 5ഉം ഓൾറെഡി ഞാനിവിടെ എഴുതി. ഇനി 25നോട് ഏറ്റവും അടുത്ത് വരണമെങ്കിൽ ഇനി സ്മോളസ്റ്റ് നമ്പറുകൾ എഴുതണം അല്ലേ? 1 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ 25നോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരെണ്ണം നമ്മൾ എഴുതി 25.148. 8 ഇവിടെ ആദ്യം എഴുതിയാൽ എന്ത് വരും? 841 എന്ന് വരും. അത് ഇതിനെക്കാട്ടിൽ ഡിസ്റ്റൻസിലായിരിക്കും കേട്ടോ. അപ്പോൾ 25.125 കഴിഞ്ഞിട്ട് അടുത്തത് 25.1, അടുത്ത 25.2 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ 25.4 എഴുതിയാലും 25.8 എഴുതിയാലും 25ൽ നിന്ന് കുറച്ചുകൂടെ ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ 25നോട് ഏറ്റവും അടുത്ത് വരുന്നത് 25.148 ആണ്. ഇനി വൺസിൻ്റെ പ്ലേസ് ഉള്ളവരെണ്ണം എഴുതണം. അപ്പോൾ ഇവിടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഡിജിറ്റ് ഏതാണോ അത് നിങ്ങളിവിടെ എഴുതുക. വേറെ ഏത് എഴുതിയാലും 25ൽ നിന്ന് വീണ്ടും ദൂരത്തിലേക്ക് പോകും. 25നോട് അടുത്തുള്ളത് 8 ആണ് അല്ലേ? പിന്നെ 5 എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഡിസ്റ്റൻസ് ആകും. അപ്പോൾ ഏറ്റവും ഗ്രേറ്റർ ഏതാണോ അതിവിടെ എഴുതുക. പിന്നെ അടുത്തത് ഇവിടെ എന്തായിരിക്കും?
അടുത്ത ഗ്രേറ്റർ നമ്പർ ദാറ്റ് ഈസ് 5, പിന്നെന്താ ഉള്ളത് 4, അടുത്തത് 2. അപ്പോൾ 8.542. ഇനി വേറെ ഏതെങ്കിലും എടുക്കുന്നെങ്കിൽ വീണ്ടും എന്താവും, ദൂരത്തിലോട്ട് പോകും. അതായത് 8.245 എന്നാണെങ്കിൽ വീണ്ടും ദൂരത്തിലായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ 8.542 ആണ് കുറച്ചുകൂടെ അടുത്ത് വരുന്നത്. ഇനി അടുത്ത 3 ഡിജിറ്റുകൾ. 3 ഡിജിറ്റ് വരുമ്പോൾ ഇവിടെ സ്മോളർ നമ്പർ വേണം എഴുതാനായിട്ട്. ഗ്രേറ്റർ നമ്പർ എഴുതിയാൽ 25ൽ നിന്ന് വീണ്ടും ദൂരത്തിലായിരിക്കും. അപ്പോൾ സ്മോളർ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 1, 2, 4. പിന്നെന്തെഴുതാം 5, 8. അപ്പോൾ 124.58 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് 25നോട് അടുത്ത് വരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് എഴുതുക. ഇവിടെ 25.1 വരുമ്പോഴാണ് അടുത്ത് വരിക. അടുത്തത് ബാക്കിലോട്ടാണ് 8 വരുന്നത് അല്ലേ. അപ്പോൾ 8.5, 8.2 എടുത്താൽ വീണ്ടും ബാക്കിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടും. ഇനി 124. ഇനി അടുത്തത് സ്മോളർ നമ്പർ വേണം എഴുതാൻ. ഗ്രേറ്റർ എഴുതിയാൽ 214 എഴുതിയാലും 412 എഴുതിയാലും 25നേക്കാട്ടിൽ ഒത്തിരി ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ 124 ആണ് ഏറ്റവും 25നോട് അടുത്ത് വരുന്ന അടുത്ത നമ്പർ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ഡെസിമൽസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.